നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. 1202 പുതുവർഷ ആശംസകൾ നേരുന്നു. 2026 ആഗസ്റ്റ് 17 മുതൽ 2027 ആഗസ്റ്റ് 17 വരെയാണ് പുതിയ വർഷം തുടങ്ങി അവസാനിക്കുന്നത്. അപ്പോൾ പുണർ നക്ഷത്രക്കാർക്ക് 2 കൂറുണ്ട്. മിഥുനക്കൂറുകാരുടെ കാര്യമാണ് ആദ്യം പറയാൻ പോകുന്നത്. മിഥുനക്കൂറെന്ന് പറയുമ്പോൾ വേഴൻ നമുക്ക് 2ലും 3ലുമാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ 2ൽ സഞ്ചരിക്കുന്നത് വളരെ നല്ലതാണ്. 2 വെച്ചാൽ വിദ്യ, കുടുംബം, ധനമാണ്. അപ്പോൾ വിദ്യയ്ക്കും കുടുംബത്തിനും ധനത്തിനും അഭിവൃദ്ധി ഉണ്ടാകും. കാരണം യോയോ ഭാവേ സൗമ്യദൃഷ്ടേ യുധേർവാ സൗമ്യർവാസിയാൽ തസ്യ അഭിവൃദ്ധി എന്നാണ്. ഏത് ഭാവത്തിലാണ് ശുഭഗ്രഹങ്ങൾ 2ൽ സഞ്ചരിക്കുന്നോ, ജാതകത്തിലോ ജീവിതത്തിലോ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത്, ആ ഭാവം നല്ലത് വരും. അപ്പോൾ 2 വിദ്യയാണ്, കുടുംബമാണ്, ധനമാണ്. അപ്പോൾ വിദ്യയ്ക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അപ്പോൾ വിദ്യ പഠിക്കാൻ പോകുന്നവർക്ക്, പഠിപ്പിക്കാൻ പോകുന്നവർക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളവർക്ക്, വിദ്യയും മേഖലയുമായിട്ട് പ്രവർത്തിച്ച് വിദ്യ കൊണ്ട് ജീവിക്കുന്നവർക്ക് ഇതൊക്കെ നല്ലത് വരും. അപ്പോൾ സ്കൂളും കോളേജൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹമുള്ളവർക്ക്, ഒരു ട്യൂഷൻ സെൻ്ററെങ്കിലും നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ആ മേഖലയിൽ നല്ല സാമ്പത്തിക ഉയർച്ച കിട്ടും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അത് ഏത് വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നാലും നമുക്കതിൽ പൈസ കിട്ടും, വിദ്യ കൊണ്ടുള്ള മേഖലകളിൽ. കുടുംബം എന്ന് പറയുന്നത് അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ എല്ലാം ചേർന്നാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുണർ നക്ഷത്രക്കാർക്ക് കുടുംബ ബന്ധം അത്ര സുഖകരമല്ല. ഭാര്യ പറഞ്ഞത് ഭർത്താവും കേൾക്കില്ല, ഭർത്താവുന്ന ഭാര്യയും കേൾക്കില്ല. 2 പേരും ഒരു വീട്ടിൽ തന്നെ താമസിക്കുമെങ്കിലും പരസ്പരം ഏതോ രാജ്യത്ത് താമസിക്കുന്നവരെ പോലെ ആയിരിക്കും. അവർ അപൂർവമായിട്ടേ മിണ്ടൂ, അപൂർവമായിട്ടേ സ്നേഹിക്കൂ, സംസാരിക്കൂ. കാരണം അവർ പറഞ്ഞ വഴക്കുണ്ടായിപ്പോ, നിങ്ങളാണ് ഈ വഴക്ക് അത്രയും ഉണ്ടാക്കണേന്ന് പറഞ്ഞാൽ ഭാര്യ പറഞ്ഞാൽ സ്വസ്ഥത വരൂ, ഭർത്താവ് പറഞ്ഞാൽ സ്വസ്ഥത വരൂ. അതുകൊണ്ട് ഇവർ വളരെ ചുരുക്കി ആവശ്യത്തിന് വേണ്ടി മാത്രം സംസാരിച്ച് കുടുംബം നോക്കണവരാണ്. കൂടുതൽ പറഞ്ഞു പോയാൽ വീട്ടിൽ അടിയുണ്ടാവും. അതിൻ്റെ പേടി കൊണ്ട് തന്നെയാണ്. മാന്യന്മാരാണ്, മാന്യവതികളുമാണ്. അപ്പോൾ കുടുംബ ബന്ധങ്ങളെല്ലാം സ്നേഹിച്ച് സന്തോഷിച്ചു. ഇത്രയും സന്തോഷമായിരുന്നു എൻ്റെ കുടുംബം, എൻ്റെ ഭർത്താവിന് ഇത്രയും സ്നേഹമായിരുന്നു, അയ്യോ എൻ്റെ മക്കൾക്ക് ഇത്രയും സ്നേഹമാണ്, എൻ്റെ പിള്ളേർക്ക് ഇത്രയാണ്, എൻ്റെ ഭാര്യയ്ക്ക് ഇത്രയും സ്നേഹമാണെന്നൊക്കെ തോന്നി. ഭയങ്കര സ്നേഹവും കുടുംബ ബന്ധങ്ങൾ വേണ്ടാന്നൊക്കെ പറഞ്ഞു. എങ്ങനെയെങ്കിലും വച്ച് മതിയാക്കിയിട്ട് നമ്മളെ കാര്യം നോക്കാമെന്ന് വിചാരിച്ച ഒരവസരത്തിലാണ് ഇങ്ങനെ ഒരു കുടുംബം സ്നേഹിച്ച് ജീവിക്കാൻ അവസരം വരുന്നത്. അപ്പോൾ കുടുംബ ബന്ധങ്ങൾ, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, പല രാജ്യത്ത് പല നാട്ടിൽ ഇതൊക്കെ ജീവിക്കുന്നവർ എല്ലാവർക്കും ഒന്നിച്ച് കുടുംബ സ്നേഹ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തി സ്നേഹസമ്പന്നമായിട്ട് ജീവിക്കാൻ പറ്റും. കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവും. ധനമെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ എന്ത് ജോലി ചെയ്യണവർക്കും, ഈ രാജ്യം വിട്ടു പോകണവരും, നമ്മളെ നാട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യണവരും എല്ലാം പൈസയ്ക്ക് വേണ്ടിയാണല്ലോ. നമുക്ക് പൈസ വേണ്ടേ? അപ്പോൾ നമുക്ക് പണം ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല. നിങ്ങൾക്കെല്ലാം എനിക്കും പൈസ ഇല്ലാതെ ജീവിക്കാനൊന്നും പറ്റൂല. നമുക്ക് കുടുംബ സ്വത്തുക്കൾ ഉണ്ടായിരുന്നാൽ പോലും ഡെയിലിയുള്ള ചെലവുകൾ വച്ച് നോക്കുമ്പോൾ പണം വേണം. നമ്മളെല്ലാവരും ഈ വിദേശത്ത് പോകുന്നതും കഷ്ടപ്പെടുന്നതും ജോലിക്ക് പോവാതെ അലസന്മാരായിട്ടിരിക്കുന്നവർ പോലും കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടി? നമ്മളെ ജീവിതത്തിന് വേണ്ടിയാണ്. സേവിങ്സ് മിക്ക ആൾക്കാർക്കും കുറവാണ്. ബാങ്ക് ബാലൻസ് വളരെ കുറവാണ്. നമുക്ക് കട അല്ലാതെ ഒന്നുമില്ല. അപ്പം അങ്ങനെയാണ് എല്ലാവരുടെയും, മിക്ക ആൾക്കാരുടെയും കാര്യം. അപൂർവം ചില ആൾക്കാർ സമ്പന്നന്മാരുണ്ട്. എങ്കിലും നമുക്ക് പൈസ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പൈസയൊക്കെ കിട്ടും, സർക്കാരിൽ നിന്ന് കിട്ടും, ജോലിയിൽ നിന്ന് കിട്ടും, പ്രമോഷൻ, സാലറി, പ്രോഫിറ്റ്, കമ്മീഷൻ, ഇതൊക്കെ കിട്ടും. നമ്മൾ വളരെ ശൂന്യമായിട്ട് സീറോ ആയിട്ടിരിക്കുന്ന ഒരാൾ ഹീറോ ആയിട്ട് വരും. പിന്നെ നല്ല ജീവിത നേട്ടങ്ങൾ കിട്ടും. 2ാമത്തെ കാര്യം, വേഴൻ 10ാം മാസം മുതൽ ജനുവരി വരെ നമുക്ക് 3ലോട്ട് വരും. അപ്പം ചെറിയ വഴക്ക് ഉടക്കൊക്കെ സഹോദരങ്ങളൊക്കെ ആയിട്ടും ബന്ധുക്കളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങൾ വലിയ വിരോധത്തിന് കാരണമാവാതെ സൂക്ഷിച്ചു. പിന്നെ ശനി 2026 ഡിസംബർ മുതൽ മിഥുനൻ രാശി ഉന്നതക്കാർക്ക് 11 വരെയാണ്. അതൊരു വലിയ ഒരു ഭാഗ്യമാണ്.
ഇപ്പോൾ ലോട്ടറിയൊക്കെ എടുത്ത് അടിക്കുമോ എന്ന് ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും. മിക്ക ആൾക്കാരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, അത്രയ്ക്ക് നല്ല സമയമാണെങ്കിൽ ഞാനൊരു ലോട്ടറി എടുക്കട്ടെ എന്നൊക്കെ. ഒരെണ്ണം ഭാഗ്യ പരീക്ഷണത്തിന് എടുത്തോണം. വീടും വസ്തുവൊക്കെ വിറ്റ് ലോട്ടറിയൊക്കെ എടുത്ത് തെണ്ടികളായിട്ടുള്ള ഒരുപാട് പേര് എനിക്കറിയാം. അങ്ങനെ ചെയ്യരുത്. നമുക്ക് ഭാഗ്യം പരീക്ഷിക്കാൻ ഒരു ടിക്കറ്റ് അടിച്ചാതി അടിക്കും, അടിച്ചില്ലെങ്കിൽ 500 പോവും. അടിക്കുമെന്ന് പറഞ്ഞവർക്കും പല പല വീഡിയോസിൽ പല ലോട്ടറി അടിക്കുന്നതാണ്. പക്ഷേ നമുക്കത് അടിക്കാറില്ല. കാരണം നമുക്ക് 500 രൂപയെ 1000 രൂപയെ 5000 രൂപയൊക്കെ അടിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഭാഗ്യം തെളിഞ്ഞെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പരീക്ഷണാർത്ഥം ഒന്നെടുത്തു. എങ്കിലും ലോട്ടറി അല്ലെങ്കിൽ ലോട്ടറി അടിച്ചതുപോലെ നല്ല ജോലി കിട്ടിയാൽ ലോട്ടറി അടിച്ചതിന് തുല്യമല്ലേ. ജീവിതകാലം മൊത്തം സാലറി കിട്ടും, ഗവൺമെൻറ് ജോലിയാണെങ്കിൽ പെൻഷൻ കിട്ടും, അത് നല്ലതായിട്ട്. എന്നാൽ ചെറിയ പ്രവൃത്തി കൊണ്ട് നമുക്ക് വലിയ നിലനിൽപ്പിന് ജീവിതകാലം നമുക്ക് നല്ലത് വരുന്ന അവസരങ്ങളുണ്ട്. ശനി 11 വരുമ്പോഴാണ് ഒരു തൊഴിലാളി മുതലാളിയായിട്ട് മാറും. അതുകൊണ്ട് ആരോഗ്യം, നിർവമാനം, ആരോഗ്യവർദ്ധന, ഉന്നത വ്യക്തികളുടെ പ്രീതി, സർക്കാർ, കോടതി, അധികാരികൾ, ബന്ധുക്കളുടെയൊക്കെ സഹായം, എല്ലാ കാര്യത്തിനും വിജയം, മനസ്സന്തോഷവും യശസ്സും, സന്താനലാഭാലയോർവാര്യാതാണ്. സന്താനം ഇല്ലാത്തവർക്ക് മക്കളുണ്ടാക്കാൻ അവസരമുള്ള സമയമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ജോലിക്ക് പോകണ്ടേ, പഠിക്കാൻ പോകണ്ടേ? അതുകൊണ്ട് ഇപ്പം കല്യാണം വേണ്ട, സന്താനം വേണ്ട എന്ന് വിചാരിക്കല്ലേ. പിന്നെ ഇപ്പോഴും കല്യാണവും മക്കളും കുടുംബമൊക്കെ കിട്ടുന്നത് ഭയങ്കര നേട്ടമാണ്. നമ്മളെ സഹായിക്കുക, സ്നേഹിക്കുക, ഒരാളും കൂടെ വന്നാൽ അതും കൂടെ നമുക്കൊരു നേട്ടമല്ലേ. അപ്പോൾ ഭാര്യയും ഭർത്താവും വേണ്ടാന്ന് വിചാരിക്കരുത്. ഈ സമയത്ത് അതും ഒരു ലോട്ടറിയാണ്. കാരണം എന്താണ്, നല്ലൊരു ബന്ധം കെട്ടിക്കഴിഞ്ഞാൽ അവരുടെ സ്നേഹമായി, സമ്പത്തായി, സന്തോഷമായി, നേട്ടമായി, ഭാഗ്യമായി, നല്ലത് വരെയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളൊക്കെ കിട്ടി നമുക്ക് രക്ഷപ്പെടാനും നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഒരു മുതലാളിയാവണമെന്ന് വിചാരിച്ചാൽ അത് വരെ നേടിക്കിട്ടാനും നമ്മളെ സംരംഭങ്ങൾ വിജയിച്ച് നേടാനും പറ്റും. എങ്കിലും പല ആൾക്കാരുടെയും ഒരു കുഴപ്പം, നമുക്കൊരു ബാങ്കിൽ 5 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചെന്നാൽ നമ്മൾ ആസ്തിയൊക്കെ ഉള്ള ആളാണെങ്കിൽ 50 ലക്ഷമോ വലിയ കോടീശ്വരം 500 കോടിയൊക്കെ തന്നെ നമുക്ക് ലോണ് തരാമെന്ന് പറയും. ഇതൊക്കെ വാങ്ങിച്ച് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. പക്ഷേ എങ്കിലും വേറൊരാളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മളെ വഹിച്ചുകൊണ്ട് പോയാൽ നമ്മളെ സമയം നല്ലതാണ് എല്ലാം കിട്ടിയെങ്കിലും മറ്റുള്ളവർ തട്ടിപ്പറിച്ചുകൊണ്ട് പോവാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ പിശുക്കന്മാരും ആരെയും വിശ്വസിക്കാത്തവരും ഒക്കെയാണ് ഈ പുണർനക്ഷത്രക്കാർ. അവർക്ക് സ്നേഹമില്ല, സ്നേഹമില്ലാത്തവരോട് അവർക്ക് സ്നേഹം തോന്നുന്നവരോട് ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കും. സ്നേഹിക്കണവരെ കൂടുതൽ അടുപ്പിക്കില്ല. എൻ്റെ നന്ദനെ പറ്റിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയാണ് ഈ സ്നേഹമൊക്കെ കാണിക്കണമെന്ന് അവർ വിചാരിക്കും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ആരും അങ്ങനെ കൂടുതൽ അമിതമായിട്ട് വിശ്വസിക്കണവരെ ദൈവത്തെപ്പോലെ വിശ്വസിക്കും. അവരായിരിക്കും നമ്മളെ ചതിച്ചിട്ട് പോകുന്നതെന്നും കൂടി നമ്മളൊന്ന് കരുതിയാക്കണം. അപ്പം അതാണ് മിഥുനം രാശിക്കൂറ്. കർക്കിടകം രാശിക്കൂറുകാർക്ക് 1ലും 2ലും ആയിട്ടാണ് വേഴം വരുന്നത്. അപ്പോൾ 1ൽ നിൽക്കുമ്പോൾ സുഖസ്ഥിതി ജയ ആരോഗ്യർത്ഥ സമ്പത്തയ കീർത്തിസ്ഥാന വിശേഷ ലബ്ധിരിതി വിജ്ഞയങ്കല് പ്രത്യത. സുഖസ്ഥിതി കിട്ടും. ജയോന്ന് വെച്ചാൽ എന്ത് കാര്യത്തിന് പോയാലും അതൊക്കെ വിജയിക്കും. ആരോഗ്യമൊക്കെ കിട്ടും. അസുഖങ്ങളൊക്കെ മാറി വലിയ സർജറിയൊക്കെ വേണമെന്ന് പറഞ്ഞ് നമ്മൾ മരുന്ന് വാങ്ങിക്കാൻ പോലും നിവർത്തിയില്ലെന്ന് വിചാരിക്കണവർക്ക് പോലും നല്ല ശരീരസുഖവും മനസ്സുഖവും ഒക്കെ കിട്ടും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അങ്ങനെ ആരോഗ്യ അർത്ഥ സമ്പത്ത്, ആരോഗ്യവും നല്ല സാമ്പത്തിക പുരോഗതികളും കിട്ടും. കീർത്തിയും വിശേഷ ലബ്ധി എന്ന് വെച്ചാൽ കാശും സ്വാധീനം കൊണ്ടും നേടാൻ പറ്റാത്തതും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടും നമ്മുടെ അധ്വാനം പരിശ്രമം കൊണ്ടും കിട്ടുന്ന വീട്, വസ്തു, കെട്ടിടം, വാഹനം, സമ്പത്ത്, സന്തതി, സൗഭാഗ്യം, ഐശ്വര്യമൊക്കെ കിട്ടും. അപ്പം എന്ത് കാര്യവും നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രവർത്തിച്ചാൽ നല്ല വലിയ വിജയം കിട്ടും. അവർക്ക് സ്വന്തം കാര്യം മാത്രമല്ല, കർക്കിടകക്കൂറുകാർ കുറച്ച് ആത്മീകം, ദൈവികം, ഭക്തി, ആശ്രമം, പുണ്യകർമ്മം ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. അപ്പം അമ്പലം വയ്ക്കാനും ആശ്രമം വയ്ക്കാനും ദൈവിക കാര്യങ്ങൾ നടത്താനും സമൂഹത്തിന് നല്ലത് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു മനസ്ഥിതി അവർക്ക് തോന്നും. 2 നിൽക്കുമ്പോൾ വിദ്യയ്ക്കും കുടുംബത്തിനും ധനത്തിനും പ്രവൃത്തി, ഐശ്വര്യം ഇതൊക്കെ ഉണ്ടാകും. പിന്നെ 8 നിൽക്കുന്ന രാഹു 7 വരെ. 8 രാഹു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓർത്തോ, ന്യൂറോ, ഗാസ്ട്രോ, സൈക്കോ പ്രോബ്ലങ്ങളൊക്കെ ഡിസംബർ വരെ ഉണ്ട്. അപ്പം അത് കഴിയുമ്പോൾ ആ അസുഖങ്ങളെല്ലാം മാറും. പിന്നെ ഗുരു ശുക്ര കേന്ദ്ര കൈവ സുഖിതാഗസ്തത്ര അതിരോ വാജ. ഗുരുവും ശുക്രനും 1, 4, 7, 10 ഈ രാശികളിൽ സഞ്ചരിക്കുന്ന സമയം ഒരു ജാതകത്തിൽ നിൽക്കുന്നെങ്കിൽ അവർ സുഖിയായിട്ട് ഭവിക്കും. സുഖിക്കണം എന്ന് വെച്ചാൽ എന്താണ്? മനസ്സിന്
ശരീരത്തിനൊക്കെ നല്ല സുഖവും സന്തോഷവും ഉള്ള ഒരാളാണ്. സുഖിക്കണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കോടീശ്വരനായിരുന്നാലും ചെറിയ കാര്യത്തിന് ടെൻഷൻ അടിക്കുന്ന ദുഃഖിക്കുന്ന ആള് സുഖിക്കണമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ അവരുടെ എല്ലാ ജീവിതത്തിലുള്ള സർവ ടെൻഷനും സർവ വിഷമവും സർവ തടസ്സവും ഒക്കെ മാറി നമുക്ക് നല്ലത് വരാനുള്ള ചാൻസ് നമുക്കുണ്ടാകും. കാരണം ഈ കർക്കിടകക്കൂറുകാർക്ക് 2022 മുതൽ 2025 വരെ മരണശനി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാര്യം നല്ലതാവും കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പോഴും വ്യാഴം 12 വന്നു. അപ്പോഴും ഒരുപാട് തകർച്ചയും ദോഷമൊക്കെ വന്നു. ശനി മാറി എന്ന് പറഞ്ഞിട്ടും ഗുണം കിട്ടിയില്ലെന്ന് പലവരും പരാതി പറയുന്നു. 12-ാം വേഴം കോടീശ്വരൻ ദരിദ്രനായി പോണ സമയം. ആ 12-ലെ വേഴം നമുക്ക് 2026 6-ാം മാസം 2-ാം തീയതി മുതൽ 1-ൽ വന്നു. 1 നിൽക്കുമ്പം 1 നിൽക്കണം നല്ലതല്ലെന്ന് ചില ജ്യോത്സ്യന്മാർ പറയണല്ലോ. ജ്യോത്സ്യരെ ജന്മവേഴം കുഴപ്പമില്ല എന്ന് കൂടുതൽ ചോദിച്ചു. ജന്മത്തിൽ വേഴം നിൽക്കുമ്പോൾ നമുക്ക് കുറേ ധനനഷ്ടം ഉണ്ടാവും. അതൊരു വലിയ പരാജയമാണല്ല. ഈ വീട് വയ്ക്കാനും വണ്ടി വാങ്ങിക്കാനും വസ്തു വാങ്ങിക്കാനും ഒക്കെ നമുക്ക് ധനമില്ലാതെ പറ്റൂ, പൈസ ചിലവാക്കാതെ പറ്റൂ. അപ്പോൾ എന്താണ്, നമുക്ക് മുതൽ കിട്ടും, പക്ഷെ കടം വരും. പക്ഷെ നമുക്ക് കടം വാങ്ങിച്ചാലും നിങ്ങളെ കടങ്ങൾ തീർന്ന് എത്ര വലിയ കടക്കാരനായിരുന്നാലും സമ്പന്നനായിട്ട് നമുക്ക് കടം തീർത്ത് രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ട് അതൊരു പരാജയമല്ല, നല്ലതായിട്ട് വരും. പിന്നെ രാഹു 7 നിൽക്കുമ്പോൾ ചില സ്നേഹം, ലവർഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, ചില ആൾക്കാരുമായിട്ടൊക്കെ അമിതമായ സ്നേഹവും പ്രേമവും ഒക്കെ തോന്നും. അത് കുഴപ്പമില്ല. എത്ര പ്രായമുള്ളവരായിരുന്നാലും കൊച്ചു പിള്ളേരായിരുന്നാലും ആ സമയത്ത് ചില റിലേഷൻഷിപ്പൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് സമൂഹത്തിൽ നിന്ന് എല്ലാത്തിനും ഒരു ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു പീഡന കേസിൽ നമ്മളെ പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആളുകൾ ആരും അടുക്കൂല. നമ്മൾ ചെയ്തിൻ്റെ ഇത് യഥാർത്ഥമാണോ അയഥാർത്ഥമാണോ എന്നൊന്നും അറിയാൻ പറ്റൂല. ചുമ്മാ ആൾക്കുന്ന ഏത് കാര്യത്തിനും ഒരു പീഡന കേസ് ഫയൽ ചെയ്ത ഏവന വേണോ കൊടുക്കുക. അത് മന്ത്രിയായിരുന്നാലും തന്ത്രിയായിരുന്നാലും വേദ ഉദ്യോഗസ്ഥനായിരുന്നാലും അധികാരിയായിരുന്നാലും അങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്ന് സൂക്ഷിച്ചോണം. നമ്മളറിയാത്തതും നമ്മൾ പറഞ്ഞാലും ചെയ്താലും നമ്മൾ അനുഭവിച്ചല്ലേ പറ്റൂ. ഇത് ശരിയാണോ തെറ്റാണെന്ന് കണ്ടുപിടിക്കുന്നത് എപ്പോഴും ആര് കണ്ടുപിടിക്കുന്നത്? കോടതിയിൽ നിന്നും തെറ്റ് കാണിച്ചവർക്ക് കുറ്റവും ശിക്ഷയും കിട്ടട്ടെ. തെറ്റ് കാണിക്കാത്തവരെ ശിക്ഷിക്കുകയും കുഴപ്പങ്ങൾ ചെയ്യുന്നതൊക്കെ നമ്മളെ നിയമവ്യവസ്ഥയിലേക്ക് ശാപമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ അറിഞ്ഞും കണ്ടും ചെയ്താൽ നമുക്കും എല്ലാവർക്കും നല്ലത്. അപ്പം എന്തായിരുന്നാലും നമുക്ക് ഈ ശനിയുടെ ഭാഗ്യസ്ഥാനത്ത് ഉള്ള സ്ഥിതി നമുക്ക് നല്ലതാണ്. അത് കർക്കിടക്കൂറാകുമ്പോൾ 10-ൽ വരും. അപ്പോൾ 10-ലെന്ന് പറയുന്നത് ജോലി സ്ഥലമാണ്, പ്രവൃത്തി സ്ഥാനമാണ്. അപ്പം പ്രവൃത്തിക്ക് ചില മാറ്റങ്ങൾ വരുത്താമെന്ന് തോന്നും. ഉള്ള ജോലി കണക്റ്റ് വേറൊരു ജോലി തുടങ്ങിയാൽ കൊള്ളാമെന്ന്. അപ്പം ആ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധയോടുകൂടി നിൽക്കണം. ഉള്ള ജോലിയിൽ തന്നെ ഉറച്ചു നിൽക്കണം കർക്കിടക പുണർക്കാർ. കാരണം എന്ന് വെച്ചാൽ ശനി 10 വരുമ്പോൾ നമ്മുടെ കൂടെ നിന്ന പാർട്ട്ണർ, ഫ്രണ്ട്സ്, തൊഴിലാളി, മുതലാളി എല്ലാം നമ്മളെ ഒന്ന് കുരുക്കാൻ ശ്രമിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മൾ ചൊവ്വേ നേരെ നിന്നുകൊണ്ട് വേണം ഈ കാര്യങ്ങളെല്ലാം ചൊവ്വേ നേരെ നമ്മുടെ പ്രവർത്തനങ്ങളും പുരോഗതികളും നമുക്ക് കിട്ടുന്ന അവസരങ്ങളും നല്ല രീതിയിൽ ആക്കി തീർക്കാൻ ശ്രമിക്കും. നമ്മൾ തന്നെ എല്ലാം കളഞ്ഞിട്ട് വേറൊന്നിൻ്റെ പുറകെ പോകുമ്പോഴാണ് ജീവിതത്തിൽ നമുക്കുള്ളത് പോകുന്നതും വേറൊന്ന് ശരിയാവാതെ ടെൻഷൻ അടിക്കും. അപ്പോൾ കണ്ടകശനി ഉള്ളത് കൊണ്ട് ഡിസംബറിന് ശേഷം നമ്മൾ ഈ വർഷത്തിൽ തന്നെയാണ് അത് വരുന്നത്. ഡിസംബർ തൊട്ട് നമുക്ക് അടുത്ത 2027 ആഗസ്റ്റ് വരെയുള്ള ഫലമുണ്ട് പുതിയ വർഷം. അപ്പം അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കും. പിന്നെ കർക്കിടക കൂറുകാർക്ക് കുംഭമാസം, എല്ലാ വർഷത്തിലെ കുംഭമാസം 8-ൽ സൂര്യൻ വരും. ധനുമാസം 6-ൽ സൂര്യൻ വരും. മിഥുനമാസം 12 സൂര്യൻ വരും. അപ്പം ഇങ്ങനെയുള്ള ഈ 3, 6, 8, 12-ലൊക്കെ നമുക്ക് പാവഗ്രഹം 3-ൽ നിൽക്കുമ്പോൾ കുഴപ്പമില്ല. 6ഉം 8ഉം 12-ലൊക്കെ കേസും വഴക്കും അപകടം കടം ഇതൊക്കെ ഉണ്ട്. അപ്പം ആ മാസങ്ങളിൽ മൃത്യുഞ്ജോമം, നവഗ്രഹ പൂജ, ഐശ്വര്യ പൂജ, ശത്രുസംഹാര പൂജ ഇതൊക്കെ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം കിട്ടും. ജാതകം പരിശോധിക്കണം. ജാതകം ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം, ഫീസ് ഇതൊക്കെ അയച്ചു തരണം. വാട്സപ്പിൽ സെൻഡ് ചെയ്താൽ മതി. ആരും ഫോൺ ചെയ്യരുത്. കാരണം ഞാൻ പല തിരക്കിലിരിക്കുമ്പോൾ എനിക്കിങ്ങനെ കാള് വന്നുകൊണ്ടിരിക്കും. ഒരു ചോദ്യം ഒന്ന് പറയും, അത് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാലും വീണ്ടും അടുത്ത ചോദ്യം എടുത്തിടും. അത് എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യം അറിയാമെന്നുള്ളൊരു വാട്സപ്പിൽ ഇട്ടരെ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ.
കാലഭൈരവ ക്ഷേത്രത്തിലും എല്ലാ അമാവാസി തോറും രാവിലെ ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജോമം, ഐശ്വര്യ പൂജയൊക്കെ ഉണ്ട്. കാലഭൈരവ പൂജയുണ്ട്. വൈകുന്നേരം പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം കൊണ്ടുള്ള അഭിഷേകാദികളുണ്ട്. പുഷ്പ അർച്ചനയുണ്ട്. ഭസ്മ അഭിഷേകമുണ്ട്. ദീപ ആരതിയുണ്ട്. നിങ്ങൾക്കൊക്കെ പങ്കെടുക്കാനും അല്ലെങ്കിൽ പൂജ ചെയ്യാനും താല്പര്യമുള്ള ഭക്തജനങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. എല്ലാവർക്കും കാലഭൈരവ സ്വാമിയുടെയും പത്മനാഭസ്വാമിയുടെയും അനുഗ്രഹങ്ങളും സഹായങ്ങളും കൊണ്ട് നിങ്ങളുടെ ഗ്രഹപ്പിഴകൾ മാറി നിങ്ങൾക്ക് സമ്പത്തിനും സന്തതിക്കും എല്ലാവിധ ആയുരാരോഗ്യ ഐശ്വര്യ പ്രവൃത്തികളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.